ആ ചേച്ചി പോന്നു. മസ്കറ്റിൽ നിന്ന് സുരേഷേട്ടൻ വിളിച്ചിരുന്നു. എന്തു പറഞ്ഞു? പണി എവിടം വരെ ആയെന്ന് ചോദിച്ചു. പിന്നെ അഴുക്കുവെള്ളം തിരിച്ചു വിടുന്നതിനെ പറ്റി എന്തോ പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ രാത്രി വിളിച്ചോളാം. ചേച്ചി ഇവിടെ കിടന്ന് വെറുതെ ചുറ്റിത്തിരിയുന്നതിന് മേലേന്ന് വല്ല പലകയും പിന്നെ തല പൊളിക്കാനോ? ലക്ഷ്മണ സാർ. ഇന്നലെ പറഞ്ഞത്രയുണ്ട്. ഞാനൊന്ന് ഷോപ്പിൽ പോയിട്ട് വരാം. വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? തൽക്കാലം ഒന്നുമില്ല. ഓക്കെ. ഇത് ജയ്പൂർ മാർബിൾ. ഇത് വെള്ളമൊഴിച്ച് കാണിച്ചു കൊടുക്കണം. പിന്നെ കിച്ചണിലേക്കാണെങ്കിൽ ഗ്രാനൈറ്റ് അല്ലേ ഒന്നുകൂടെ നല്ലത്. അതെ, ഈ കബോർഡ്സ് ഒക്കെ വുഡൻ ഫിനിഷിംഗ് ആണെങ്കിൽ റൂബി റെഡ് വളരെ നന്നായിരിക്കും. അതിന് ഭയങ്കര വിലയല്ലേ? അതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ. എടാ രമേശ എന്താ കാര്യം? നീ ഇവർക്ക് ആ ഗ്രാനൈറ്റ് ഒന്ന് കാണിച്ചു കൊടുത്തേ. നല്ല നോക്കി കാണിച്ചു കൊടുക്കണം. അങ്ങോട്ട് ചെന്നാട്ടെ. വരും. പട്ടേല് വിളിച്ചിരുന്നു കരീംക? ഇങ്ങോട്ട് വിളിച്ചല്ലോ എന്ന് മാത്രമല്ല, അങ്ങോട്ട് വിളിച്ചിട്ട് ഫുൾ ടൈം എൻഗേജ് ചെയ്തു. അപ്പൊ ലോഡ് പുറപ്പെട്ടില്ലെന്നർത്ഥം. സെബാസ്റ്റ്യനോട് നമ്മൾ എന്ത് പറയും? പട്ടേലിനെ ദീപു ഒന്നുകൂടെ വിളിച്ചു നോക്ക്. ഓ, കാലത്തെ വിളിച്ചില്ലെങ്കിൽ പട്ടേലിനെ കിട്ടാൻ പാടാ. ഇപ്പൊ തന്നെ മണി 11 കുറച്ചുകൂടെ നേരത്തെ വരാമായിരുന്നില്ലേ? ഞാൻ ഇപ്പൊ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു തീർത്തിട്ടാ വരുന്നെന്ന് കരീംക്കൊക്കെ അറിയോ? അറിയാലോ. വീട്ടില് 2 സിസ്റ്റേഴ്സ്, വെളിയിൽ 3 സിസ്റ്റേഴ്സ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാൻ കേട്ടോ, അവരെല്ലാവരും കൂടി എല്ലാ കാര്യത്തിനും ദീപുവിനെ തന്നെ എങ്ങനെ ബുദ്ധിമുട്ടിച്ചോണ്ടിരുന്നാൽ അതെന്റെ ഒരു സന്തോഷമല്ലേ കരീംക്ക? 4 പേരുടെ കല്യാണം കഴിഞ്ഞു. അതിൽ 3 പേർക്കും കൂടി 7 പെൺകുട്ടികൾ. അവരുടെയൊക്കെ ദീപുമാമനാവുക എന്ന് പറയുന്നൊരു സുഖമുണ്ടല്ലോ, അത് അനുഭവിച്ചാലേ അറിയൂ. എല്ലാവരുടെയും കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്താലേ അവർക്കും തൃപ്തിയാവൂ. हेलो हेलो पटेल जी, मैं दीपू हूं. हाँ, सुबह से कोशिश कर रहा हूं. मेरी खुश किस्मत अब तो लगी. भाई साहब, क्या हुआ? क्या स्ट्राइक? अब तो गए काम से. क्या बहुत देर तक चलेगी? मजदूरों को अगर पैसा न दे तो क्या वो स्ट्राइक पर नहीं उतर आएगी पटेल जी? हाँ, मुझे अपना माल आज ही चाहिए. क्या मेरा वहां आना? मुझे नहीं लगता मैं जल्दी आ पाऊंगा. वो क्या है कि मैं हम പെണ്ണ് കാണലിലുള്ള തിരക്കിലാണെന്ന് ഹിന്ദിയിൽ എങ്ങനെ പറയാ? ലഡ്കി ദേഖ്നെ കെ ലിയേ. हम लड़की देखने के लिए. वृत्तिकट हिंदी. पटेल जी, हम मेरे लिए लड़की ढूंढ रहे हैं. आप जरूर आना. ठीक है पटेल जी, माल आज ही मिलना चाहिए. ओके ओके. പിന്നെ ബ്ലാക്ക് ഗാലക്സി തികയുന്നില്ല ദീപോട്ടാ. हमारे पास कितना है? നമ്മുടെ എത്ര ഉണ്ടാ? മൊത്തം 6 വേണം. നമ്മുടെ 4 ഉള്ളൂ. മുസ്തഫ ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ, പെണ്ണ് കാണൽ സംഘം എത്തിക്കഴിഞ്ഞു. ഇയാൾ എന്തിനാ വിളിച്ചു പോകുന്നേ? ആൾക്കാരുടെ മുന്നിൽ വെച്ച് നാണം കെട്ടാനോ? അയ്യോ, അതിനല്ല, പിന്നെ കൂടുതലുള്ള വഴി ഉണ്ടെങ്കിൽ ദീപു ഇറങ്ങി ഓടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. സീമ, ദീപുന്റെ പാന്റ് ഷർട്ടും ഇങ്ങോട്ട്. നീ അവന്റെ ഷൂ എടുത്തിട്ടില്ലേ? എടുത്തു. വേഗം വാ. 62. രമേശ, നാളെ നിനക്കും വേണല്ലോ ഒരു കല്യാണമൊക്കെ. അതുകൊണ്ട് പറയാ, ലവ് മാരേജ് അല്ലാതെ ഇനിയുള്ള കാലത്ത് ഒരു രക്ഷയില്ല. ശരിയാ ചന്ദ്രേട്ടാ, ഞാൻ അതിനെപ്പറ്റി സീരിയസ് ആയിട്ട് ആലോചിച്ചോണ്ടിരിക്കുക. ഇതുപോലെ പെൺകുട്ടികളുടെ കുറ്റം കണ്ടുപിടിക്കാൻ നടക്കുന്ന പെങ്ങന്മാരുണ്ടെങ്കിൽ വലിയ പാടാ. ചന്ദ്രേട്ടന്റെ അറിവില് എനിക്ക് പ്രേമിക്കാൻ പറ്റിയ പെൺകുട്ടികൾ ആരെങ്കിലും ഉണ്ടല്ലോ. മാങ്ങാട്ടിടം പോലീസ് സ്റ്റേഷനിൽ ഒരു വനിതാ പോലീസ് ഉണ്ട്. അത് മതിയാവോ? ഏകദേശം മതിയാവും. രമേശ, മുസ്തഫയെ ചെന്ന് കാണണം. സെബാസ്റ്റിനെ വിളിക്കണം. കരീമിക്ക ബാങ്കിൽ പോകണം. ഇതിനെല്ലാത്തിനും പുറമെ ഇന്നെങ്കിലും ഒരു പെണ്ണൊത്ത് കിട്ടാൻ വേണ്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ചില കാര്യങ്ങൾ ആദ്യമേ അങ്ങ് പറയാം. അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യാൻ ഒരു കുക്കിനെയാണ് വേണ്ടതെങ്കിൽ എന്റെ മകളെ അതിന് കിട്ടില്ല. മുറി അടിക്കാനും നിലം തുടയ്ക്കാനും ഞങ്ങൾ അവളെ പഠിപ്പിച്ചിട്ടില്ല. ഭർത്താവിന്റെ പേരൻസിനെ കുഴമ്പ് തേപ്പിക്കുക, കുളിപ്പിക്കുക, അതൊന്നും നടപ്പുള്ള കാര്യമല്ല. I hate it. And one more thing, Mr. Deepak. This is my house and you are my guest now. ഞങ്ങളുടെ ഗസ്റ്റിനെ ഞങ്ങൾ റിസീവ് ചെയ്യും, ചായ കൊടുക്കും. അതുപോലെ മിസ്റ്റർ ദീപക് എന്നെ കല്യാണം കഴിച്ച് ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരുമ്പോ നിങ്ങളുടെ ഗസ്റ്റ് ആണല്ലോ. അപ്പൊ എനിക്ക് ചായ തരേണ്ടതും എന്റെ കാര്യങ്ങൾ നോക്കേണ്ടത് നിങ്ങളല്ലേ?
കറക്റ്റ് ആണല്ലേ? കറക്റ്റാ, പക്ഷെ ഞാൻ പുറത്തുണ്ടാവും. ആ അപ്പോ കുട്ടി എന്റെ വീട്ടിലൊരു ഫുൾ ടൈം ഗസ്റ്റ് ആയിരിക്കും അല്ലേ? യെസ്. ഒരു ഗസ്റ്റ് എന്ന് പറയുമ്പോ ഇടയ്ക്ക് വെച്ച് ഗസ്റ്റ് അല്ലാതാവില്ലല്ലോ. അത് ശരിയാ. ഇനി എന്തൊക്കെയാണാവോ കണ്ടീഷൻസ് ഒന്ന് അറിഞ്ഞിരിക്കാനാ. ആ എനിക്ക് ഡൽഹിയിലും നാട്ടിലൊക്കെ ധാരാളം ഫ്രണ്ട്സ് ഉണ്ട്, ബോയ്സ് ആൻഡ് ഗേൾസ്. കല്യാണം കഴിഞ്ഞത് വെച്ച് അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കട്ട് ചെയ്യാൻ പറ്റില്ല. അവരെന്നെ കാണാൻ വരും, ഞാൻ അവരെ കാണാൻ പോവും. അത് വളരെ നല്ലതാ. അപ്പോ മൊത്തത്തിൽ നമ്മുടെ വീട്ടിൽ വലിയ രസമായിരിക്കല്ലേ? ഉം. കുട്ടിയുടെ ഫ്രണ്ട്സും അവരുടെ അട്ടഹാസവും ബഹളവും ഒക്കെ ആയിട്ട്. ഞാൻ എന്റെ മകളെ എല്ലാ സ്വാതന്ത്ര്യം കൊടുത്താ അത് വളർത്തും. വളരെ നന്നായി. അപ്പോ നമുക്ക് ഇറങ്ങാൻ ചേച്ചിമാരെ. പിന്നെ വാ വാ. അപ്പൊ മിസ്റ്റർ ദീപക് ഓ തീരുമാനം പറഞ്ഞില്ല? എല്ലാം കൊണ്ടും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഉം. പക്ഷെ ഞാൻ അന്വേഷിക്കുന്നത് ഒരു ഭാര്യയെ, ഒരു ഗസ്റ്റിനെ അല്ല. പിന്നെ ഈ കേസ് ഏറ്റെടുക്കാൻ പറ്റിയ ഒരാളെ കിട്ടുമ്പോ ഞാൻ വിവരം അറിയിക്കാം. ഓക്കേ ബൈ. ഈ ദീപുവിന്റെ കുഴപ്പം എന്താണെന്ന് അറിയോ കരീമേ? വായ തുറന്ന് ഒരു അക്ഷരം മിണ്ടൂല. ആര് പറഞ്ഞു? ഇന്ന് ഞാൻ ആ പെൺകുട്ടിയോട് സംസാരിച്ചല്ലോ. അതല്ല ഞാൻ പറഞ്ഞേ. ഒരെണ്ണത്തിലെ കണ്ട ഒന്നുകിൽ ഇഷ്ടപ്പെട്ടു എന്ന് പറയാ, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാ. ഇതൊന്നും മിണ്ടൂല, എല്ലാം പെങ്ങന്മാരെ ഇഷ്ടത്തിന് വിടും. ചന്ദ്രേട്ടാ, പെണ്ണുങ്ങളല്ലേ പെണ്ണുങ്ങളെ പറ്റി അഭിപ്രായം പറയാൻ കൂടുതൽ നല്ലത്. അതിന് പെണ്ണുങ്ങളല്ലല്ലോ പെണ്ണുങ്ങളെ കല്യാണം കഴിക്കുന്നത്. ദീപുവേട്ടാ, ഉം, സ്വന്തം ഭാര്യയ്ക്ക് ഉണ്ടാവേണ്ട സവിശേഷതകളെ കുറിച്ച് ദീപുവേട്ടനൊരു സങ്കല്പമില്ലേ? അതൊക്കെ ഉണ്ട്. എങ്കി പറ, എങ്ങനെയൊക്കെയുള്ള ഒരു പെൺകുട്ടിയായിരിക്കണം ദീപുവേട്ടന്റെ ഭാര്യ? അത് എല്ലാരും എത്തി. ചർച്ച തുടങ്ങിയിട്ട് നേരം കുറയായി. നന്ദേട്ടന്റെ ട്രെയിൻ ലേറ്റ് ആയി പോയി. മിനിസ്റ്ററുടെ കോൺഫറൻസ് ഒഴിവാക്കി ഇടുക്കിയുടെ വിസിറ്റ് വേണ്ടെന്ന് വെച്ചോ. അളിയന്റെ ഒരു പ്രശ്നമല്ലേ? നന്ദമാരി ഇരിക്കൂ. അപ്പോഴേ നന്ദ, നമുക്ക് ആർക്കും ദീപുവിന്റെ കല്യാണക്കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. ജാതകപ്രകാരം ഈ വൃശ്ചികത്തിന് മുമ്പ് കല്യാണം നടന്നില്ലെങ്കിൽ പിന്നെ അത് 45 വയസ്സ് കഴിഞ്ഞേ നടക്കൂ. ഇതൊക്കെ ഒരു വിശ്വാസമാണല്ലോ. വിശ്വാസമൊന്നും കാര്യമാക്കാനില്ലെന്ന് വിചാരിച്ച് കല്യാണം കഴിച്ചെന്നിരിക്കട്ടെ. പിന്നീട് എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ നമ്മുടെ തീരുമാനത്തിൽ നമ്മൾ തന്നെ ഖേദിക്കേണ്ടി വരും. അതിന്റെ ആവശ്യമില്ലല്ലോ. വൃശ്ചികം വരാൻ ഇനിയും 2 മാസമില്ലേ? നമുക്കൊന്ന് ആഞ്ഞു പിടിക്കാം. പോലീസ് അസോസിയേഷന് ഇക്കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. മലപ്പുറം എസ് പിയുടെ മകള് നല്ലൊരു സുന്ദരി കുട്ടി, വെൽ എഡ്യൂക്കേറ്റഡ്. ആണോ? എങ്കിൽ നാളെ തന്നെ അങ്ങോട്ട് പുറപ്പെടാന്നേ. പക്ഷേ കഴിഞ്ഞ മാസം ആ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞു. ഞാനൊന്ന് പറയട്ടെ, ഇങ്ങനെ ഒരു മഹാസമ്മേളനത്തിന്റെ ആവശ്യമൊന്നുമില്ല. 45 കഴിഞ്ഞാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാകുമ്പോ പെണ്ണ് കാണാൻ ഇഷ്ടം പോലെ സമയം കിട്ടുമല്ലോ. ദീപു, നിന്റെ അഭിപ്രായം ഇവിടെ ആരും ചോദിച്ചില്ല. സ്വന്തം കല്യാണക്കാര്യത്തിൽ ഒരാൾക്ക് അയാളെ അഭിപ്രായം പറഞ്ഞൂടെ? ദേ, ഇത് ഞങ്ങളുടെ കുടുംബകാര്യമാണ്. ആയിക്കോട്ടെ, ഭരണപക്ഷം ഭരിക്കുമ്പോ പ്രതിപക്ഷം ഉണ്ടാൻ പാടില്ലെന്നോ? അമ്മ ഇയാൾക്ക് ഇത്രയും വളമച്ചു കൊടുക്കുന്നത്. ചന്ദ്ര, എല്ലാവരും ഇന്നിവിടെ വിളിച്ചു വരുത്തുന്നത് നിന്റെ തമാശ കേൾപ്പിക്കാനല്ല. എന്റെ പ്രശ്നം എന്താണെന്നറിയോ? എന്തായാലും പറഞ്ഞോളൂ. ചില കുട്ടികൾക്ക് എന്നെ ഇഷ്ടാവും, ചിലരെ എനിക്കും ഇഷ്ടാവും. പക്ഷെ മറ്റു പല കാരണങ്ങൾ കൊണ്ട് സംഗതി നടക്കില്ല. നമ്മൾ വേണ്ടാന്ന് വെക്കുന്ന കുട്ടികളുടെ ശാപം ഉണ്ടല്ലോ, ആ പാപം എങ്ങനെ തീർക്കും? അറേഞ്ച്ഡ് മാരേജ് ആവുമ്പോ അതൊക്കെ സർവ്വസാധാരണമാണ്. മതം നോക്കണം, ജാതി നോക്കണം, പണം, തറവാട്, പെണ്ണിന്റെ സൗന്ദര്യം, ഒന്നിലും വിട്ടുവീഴ്ച കാണിക്കുന്നില്ല എന്ന് വെച്ചാല്? ഇയാൾ കമ്മ്യൂണിസ്റ്റ് ആണോ? അതെ, CPM ഏരിയ കമ്മിറ്റി മെമ്പറാണ്. ഓഹോ, എങ്കിൽ ചന്ദ്രനും ഈ ചർച്ചയെ പങ്കുകൊള്ളാം. താങ്ക് യു. ആ, ഏതായാലും ഒരു കാര്യം നമ്മൾ തീരുമാനിക്കുന്നു. ഞങ്ങളാണെങ്കിൽ ഞങ്ങളുടെ എല്ലാ കോണ്ടാക്റ്റുകളും ഉപയോഗിക്കുന്നു. നല്ലൊരു അലയൻസ് ശരിയാവുന്നത് വരെ ദീപു കടയിലും പോകുന്നില്ല, മറ്റെവിടെയും പോകുന്നില്ല. ഊർജിതമായ പെണ്ണന്വേഷണം മാത്രം.